സുഖമാണോടോ? സന്തോഷമാണോ അതെനിക്ക്? സ്ട്രഗിളൊക്കെ ഓക്കെയാണ്, ഞാൻ സമ്മതിക്കുന്നു, കൂടെ നിൽക്കുന്നുണ്ട്. ബട്ട് വിട്ടുകളയരുത്, ശ്രമിച്ചുകൊണ്ടേയിരിക്കാം. വരൂ, നമുക്ക് നമ്മുടെ റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റേഷൻ്റെ രണ്ടാമത്തെ പാർട്ടിലേക്ക് കിടക്കാം. നമുക്കൊരു നല്ല റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യാം. എൻ്റെ ഒരു ചോദ്യം, ഞാൻ 2-3 ചോദ്യങ്ങൾ ചോദിക്കാം, അപ്പം നിങ്ങൾ അതിനൊരു ഉത്തരം തരണം എനിക്ക്. എങ്ങനെയുള്ള ഒരാളോടാണ് നമ്മൾക്ക് സ്നേഹം തോന്നുക, അല്ലെങ്കിൽ നമുക്ക് പ്രണയം തോന്നുക? നമുക്ക് ഇഷ്ടം തോന്നുന്ന ഒരാൾ നമ്മളോട് എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുമ്പോഴാണ്? അയാൾ നമ്മുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുമ്പം, നമുക്ക് അയാളുടെ സമയം തരുമ്പോൾ, അല്ലേ? നമ്മളെ എൻകറേജ് ചെയ്യുന്ന ഒരാളോട് നമുക്ക് സ്നേഹം തോന്നും. എപ്പോഴും നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്ത് നെഗറ്റീവ് പറയുന്ന ഒരാളോട് നമുക്ക് സ്നേഹം തോന്നത്തില്ലല്ലോ. അപ്പോൾ നമ്മളെ എൻകറേജ് ചെയ്യുന്ന, നമ്മളെപ്പറ്റി പോസിറ്റീവായിട്ട് സംസാരിക്കുന്ന ഒരാളോട് നമുക്ക് സ്നേഹം തോന്നും. ഞാൻ തെറ്റാണ് പറയണമെങ്കിൽ എന്നെ തിരുത്തണേ. നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന, നമ്മളോട് സംസാരിക്കുന്ന, നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ നമ്മളെ കെയർ ചെയ്യുന്ന ഒരാളോട് നമുക്ക് സ്നേഹം തോന്നും, ഇഷ്ടം തോന്നും, അല്ലേ? അതേപോലെ തന്നെ നമ്മൾ തനിച്ചല്ല, എപ്പോഴും കൂടെയുണ്ട് എന്നുള്ളൊരു ഫീല്, അല്ലെങ്കിൽ എപ്പോഴും നമ്മുടെ കൂടെയുള്ള ഒരാളോട് നമുക്ക് അതിയായ സ്നേഹവും പ്രണയവും ഒക്കെ തോന്നും, അല്ലേ? ഇത്ര മാത്രമുള്ളൂ സുഹൃത്തെ. നിങ്ങൾക്ക് സെൽഫ് ലവ് എന്ന് പറയുന്ന കാര്യം നിങ്ങൾക്ക് സാധിച്ചെടുക്കണമെങ്കിൽ ഈ 4 കാര്യങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾ നിങ്ങളോടൊപ്പം എത്ര സമയം ഇരിക്കുന്നുണ്ട്? നിങ്ങൾക്കൊരാളോട് സ്നേഹം തോന്നുന്നെങ്കിൽ അയാളുടെ സമയം നിങ്ങൾക്ക് കിട്ടുമ്പോഴാണല്ലോ നിങ്ങൾക്ക് അയാളോട് സ്നേഹം തോന്നുന്നത്. എത്ര സ്നേഹം ഉണ്ടെങ്കിലും സമയം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്നേഹം കുറഞ്ഞു പോകത്തില്ലേ? നിങ്ങൾ നിങ്ങളോടൊപ്പം എത്ര സമയം ഇരിക്കുന്നുണ്ട്? നിങ്ങൾ നിങ്ങളോട് എത്ര സമയം സംസാരിക്കുന്നുണ്ട്? നിങ്ങളുടെ ഉള്ളിലിരുന്ന് പറയുന്ന ആൾക്ക് പറയാനുള്ളത് നിങ്ങൾ കേൾക്കാറുണ്ടോ? ഉണ്ടോ? നിങ്ങളുടെ ഉള്ളിലെ ആളെ നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്യാറുണ്ടോ? നിങ്ങളുടെ ഉള്ളിലൊരാളുണ്ട്. എൻ്റെ ഉള്ളിലൊരു ഷാനുണ്ട്. ആ ഷാനുവിനെ ലോകത്ത് വേറെ ആര് മോട്ടിവേറ്റ് ചെയ്തില്ലെങ്കിലും ഞാൻ മോട്ടിവേറ്റ് ചെയ്യണ്ടേ? ഞാൻ മോട്ടിവേറ്റ് ചെയ്യാറുണ്ടോ? നിങ്ങൾ അയാളെ എൻകറേജ് ചെയ്യാറുണ്ടോ? അയാളുടെ ചെറിയ തെറ്റുകൾ പറ്റിയാൽ പോലും ഒക്കെ അയാളെ സാന്ത്വനിപ്പിക്കാറുണ്ടോ? അയാളുടെ ചെറിയ വിജയങ്ങളിൽ പോലും, അയാളുടെ ചെറിയ ചെറിയ നന്മകളിൽ പോലും നിങ്ങൾ അയാളെ എൻകറേജ് ചെയ്യാറുണ്ടോ? അയാൾക്ക് ചെറിയ തെറ്റുകൾ പറ്റുമ്പോൾ, നിങ്ങൾക്ക് ചെറിയ തെറ്റുകൾ പറ്റുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു വേദനിക്കുന്ന ആളെ നിങ്ങളൊന്ന് സമാധാനിപ്പിക്കാറുണ്ടോ? എടാ, മനഃപൂർവ്വമല്ലല്ലോ, പറ്റിപ്പോയതല്ലേ, സാരമില്ല, ഇറ്റ്സ് ഓക്കെ. പുറത്തുനിന്ന് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരാൾ നിങ്ങളോട് എങ്ങനെയൊക്കെ പെരുമാറുന്നു അതുപോലെ നിങ്ങൾ നിങ്ങളോടെന്ന് പെരുമാറാൻ തുടങ്ങുന്നു, അന്നേ ഈ സെൽഫ് ലവ് എന്ന് പറയുന്ന സാധനം നടക്കുകയുള്ളൂ. നിങ്ങൾക്ക് 20, 25, 30, 40, 50 വയസ്സുണ്ടെങ്കിൽ അത്രയും തന്നെ കുട്ടിത്തമുള്ളൊരു കുട്ടിയുണ്ട് നിങ്ങളുടെ ഉള്ളിൽ. നിങ്ങൾ, അതായത് നിങ്ങളെ മാത്രം ഉറ്റുനോക്കിയിരിക്കുന്ന, നിങ്ങൾ സംസാരിച്ചാൽ മാത്രം, നിങ്ങൾ കൂടെ ഇരുന്നാൽ മാത്രം, നിങ്ങൾ കെയർ ചെയ്താൽ മാത്രം, നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്താൽ മാത്രം സന്തോഷം കിട്ടുന്ന ഒരാളുണ്ടോ ഇവിടെ? പുറത്തുനിന്ന് ആര് വന്ന് എന്തൊക്കെ ചെയ്താലും ഈ ഉള്ളിലിരിക്കുന്ന ആൾക്ക് തൃപ്തി വരത്തില്ല, നിങ്ങൾ ചെയ്യാത്തിടത്തോളം കാലം. അതുകൊണ്ട് ആര് ചെയ്യണം? ഞാൻ എൻ്റെ സെൽഫിനോട്, എൻ്റെ ഉള്ളിലെ ഷാനുവിനോട് ഞാൻ സംസാരിക്കണം, ഞാൻ അതിനെ കെയർ ചെയ്യണം, ഞാൻ അതിനെ മോട്ടിവേറ്റ് ചെയ്യണം. നമ്മൾ കഴിഞ്ഞ 2025 ഒക്ടോബർ 23 ആദ്യമായിട്ടൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നത്. 2 മാസങ്ങൾക്ക് കഴിഞ്ഞപ്പോൾ നമ്മൾ 100K ഫോളോവേഴ്സായി. 4 മാസം കഴിഞ്ഞപ്പോൾ നമ്മൾ 150K ഫോളോവേഴ്സായി. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു, ഷാനു അത് ഭയങ്കര സംഭവമാണ്, നീ 100K ആയപ്പോൾ നീ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം, നീ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ. അപ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, എടാ ഷാനു, ലിറ്ററലി ഇത് തന്നെയായിരുന്നു എൻ്റെ ചോദ്യം. എടാ ഷാനു, സപ്പോസ് നിൻ്റെ വീഡിയോ ആരും കാണുന്നില്ല, നിൻ്റെ വീഡിയോ ആരും കണ്ടില്ലെങ്കിലും നീ വീഡിയോ പോസ്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചു. ഞാൻ എന്നോട് ഒരുപാട് സംസാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ ഉത്തരം വാസ് ലൈക്ക് യെസ്, ഞാൻ പോസ്റ്റ് ചെയ്യും. അപ്പം കാരണം എന്താ? കാരണം ഒന്നേ ഉള്ളൂ, ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഞാൻ തന്നെ ആ വീഡിയോ ഇരുന്ന് കാണും. ഓരോ വീഡിയോ പോസ്റ്റ് ചെയ്ത് ഞാൻ തന്നെ കാണുന്നിട്ട് ഞാൻ തന്നെ പറയും, എടാ ഷാനു, എന്താ ഒരു സംസാരം നിൻ്റെ, എന്താ ക്ലാരിറ്റി, പെർഫെക്റ്റ് സാധനം, അടിപൊളി. അതായത് എൻ്റെ ഒരു പ്രസൻറ്റേഷൻ രീതിയും എൻ്റെ സംസാരവും എൻ്റെ ഒരു വോയിസ് മോഡുലേഷനും ഞാൻ പറയുന്ന കാര്യങ്ങളിലെ വ്യക്തതയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ തന്നെ എന്നെ എൻകറേജ് ചെയ്യാറുണ്ട്. കാരണം എൻ്റെ വീഡിയോയുടെ ഇടയിൽ കുറച്ച് ആളുകൾ വന്ന് ചീത്ത വിളിക്കാറൊക്കെ ഉണ്ട്. പക്ഷെ എന്നെ അത് ബാധിക്കത്തില്ല. കാരണം എന്നാ അറിയോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പറഞ്ഞ കാര്യം, ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് അതിൽ. അതുകൊണ്ട് പുറത്തുനിന്ന് ഒരാൾ അപ്രീഷിയേറ്റ് ചെയ്താലും മോശമായിട്ട് പറഞ്ഞാലും എന്നെ ഇപ്പം എന്തോ അത് ബാധിക്കാറേ ഇല്ല. ബിക്കോസ് ഐ ജസ്റ്റ് ലവ് ദാറ്റ്. ഇതേപോലെയാണോ നമ്മൾക്ക് വേണ്ടി, ഞാൻ ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോകാൻ താല്പര്യപ്പെടുന്ന ഒരാളാണ്. തനിച്ച് പോയിരുന്ന് വളരെ സ്വസ്ഥമായിട്ടിരുന്ന് എടുത്ത് കഴിച്ച് ഞാൻ ഒറ്റയ്ക്ക് ഷോപ്പിങ്ങിന് പോകാൻ താല്പര്യപ്പെടുന്ന ഒരാളാണ്. ബിക്കോസ് എനിക്ക് ഇഷ്ടമാണ് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ. ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഐ ലവ് മൈ കമ്പനി. അതുകൊണ്ട് തന്നെ കൂടെ വരുന്നവർക്കൊക്കെ വേറെ ആര് വന്നാലും, ഈവൻ എൻ്റെ പാർട്ട്ണർ ആയാലും വീട്ടുകാരായാലും, ഐ എൻജോയ് ദാറ്റ് കമ്പനി ഓൾസോ. എനിക്ക് പരാതികളില്ല.
ഇഫ് യു ലവ് യുവർ സെൽഫ്, നിങ്ങൾ നിങ്ങളോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യണം. സമയം സ്പെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഉള്ളിലിരുന്ന് എന്താണോ സംസാരിക്കുന്നത് അത് കേൾക്കാൻ അവിടെ നിൽക്കുന്ന ആൾക്ക്, ഉള്ളിലിരിക്കുന്ന ഷാനുവിനോട്, നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന നിങ്ങളുടെ കുട്ടിയോട് ഒന്ന് സംസാരിക്കും. സുഖമാണോ നിനക്ക്? സന്തോഷമാണോ നിനക്ക്? ഹാപ്പിയാണോ നീ? എന്നൊക്കെ ഒന്ന് സ്വയം ചോദിക്കുക. ഞാൻ ചെയ്യുന്നൊരു കാര്യം, ഞാൻ എന്നും എപ്പോഴും കുളിച്ചിട്ടാണെങ്കിലും കണ്ണാടി നോക്കുമ്പോൾ അല്ലെങ്കിൽ ഡ്രസ്സ് ചെയ്യുമ്പോൾ കണ്ണാടി നോക്കുമ്പോൾ ഞാൻ ചോദിക്കും, ഇങ്ങനെ കറക്റ്റ് ഇതേ രീതിയിലാണ് ചോദിക്കണേ, ഇതാ ഷാനു, സുഖമാണോ നിനക്ക്? സന്തോഷമാണോ? എടാ ഇന്നലത്തെ വീഡിയോ സൂപ്പറായിരുന്നു കേട്ടോ. എടാ നീ നൈസാണ് കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് നിൻ്റെ ഒരു രീതിയും നിൻ്റെ ഒരു സംസാരവും നിൻ്റെ ഒരു ബോഡി ലാംഗ്വേജും ഒരു ആറ്റിറ്റ്യൂഡും എപ്പോഴും ഒരു നൈസായിട്ട് ഒരു പോസിറ്റീവായിട്ടിരിക്കുന്ന നിൻ്റെ ഒരു രീതി ഉണ്ടല്ലോടാ, നീ മുത്താണ് ചക്കരെ, നീ മുത്താണ് എന്ന് ഓരോ തവണയും കണ്ണാടി നോക്കുമ്പോൾ ഞാൻ എന്നോട് തന്നെ പറയാറുണ്ട്. ആൻഡ് ടു ബി വെരി ഓണസ്റ്റ്, അതുകൊണ്ട് തന്നെ ഇതൊക്കെ എവിടെ നിന്നും എനിക്ക് തിരിച്ചും കിട്ടാറുണ്ട് കേട്ടോ. പുറത്തു നിന്നൊക്കെ ഒരുപാട് ആളുകളിൽ നിന്ന് എനിക്ക് ഇതേ അപ്രീസിയേഷൻ കിട്ടാറുണ്ട്. സോ വീണ്ടും ഞാൻ ആ പോയിന്റിലേക്ക് വരികയാണ്. നിങ്ങളെ ഇഷ്ടപ്പെടുമ്പോൾ, നിങ്ങൾക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ, നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ, നിങ്ങളെ ഇഷ്ടപ്പെടാനും നിങ്ങൾക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യാനും നിങ്ങളുടെ കൂടെ ഇരിക്കാനും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനും ഒക്കെ ആളുകൾ വന്നുകൊണ്ടേയിരിക്കും. ആൾ വന്നാലും പുറത്തുനിന്ന് ആരെങ്കിലും വന്നാലും വന്നില്ലെങ്കിലും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ പൊന്നു കൂട്ടുകാരാ, എൻ്റെ പൊന്നു കൂട്ടുകാരി, നിങ്ങളോടൊപ്പം ഇരിക്കുക. നിങ്ങളോട് സംസാരിക്കുക. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ചോദിക്കുന്ന സുഖമാണോ എന്ന് നിങ്ങളോട് ചോദിക്കുന്ന കേൾക്കാൻ ഒരാളുണ്ട് ഇവിടെ, വെയിറ്റ് ചെയ്തിരിക്കണം. ഇത്രയും കൊല്ലവുമായിട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല നമ്മൾ. ഒന്ന് തിരിഞ്ഞു നോക്ക്, ഒന്ന് ചോദിക്കുക, ഒന്ന് സംസാരിക്കുക. 5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. 1, നിങ്ങൾ എല്ലാ ദിവസവും കണ്ണാടിയിൽ നിങ്ങളോട് സംസാരിക്കണം. നിർബന്ധമായിട്ട് സംസാരിക്കണം. പോസിറ്റീവായിട്ട് തന്നെ സംസാരിക്കണം. ഓക്കെ? നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരാളായിരിക്കണം ഓരോ ദിവസവും. എടാ ഷാനു, നിന്നെക്കൊണ്ട് നടക്കും. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേര് പറഞ്ഞിട്ട്, എടാ ഷാനു, ഇന്ന് നിൻ്റെ ദിവസമാണ് കേട്ടോ, അടിപൊളിയായിട്ട് പെർഫോം ചെയ്തേക്കണം, ഇറ്റ്സ് യുവർ ഡേ, ഓക്കെ, നീ ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ഇൻവോൾവ് ആണോ? ഷാനു, നിനക്ക് ഈ ഭക്ഷണം ഓക്കെ ആണോ, അത് വേറെ ഓർഡർ ചെയ്യണോ? എടാ ഈ ഡ്രസ്സ് നിനക്ക് ഓക്കെ ആണോ, അത് വേറെ ഡ്രസ്സ് എടുക്കണോ എന്ന് നിങ്ങൾക്കൊരു പ്രയോറിറ്റി കൊടുത്തു നോക്കി. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ഒരാൾ ഉറപ്പായിട്ട് ഉത്തരം തരും. ഓക്കെ? നിങ്ങളെ എപ്പോഴും സാന്ത്വനിപ്പിക്കുന്ന, നിങ്ങളുടെ തെറ്റുകൾ നിങ്ങളോട് ക്ഷമിക്കാൻ നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. നിങ്ങൾ വേണം അത് നിങ്ങളോട് പറഞ്ഞുകൊണ്ടേയിരിക്കാം. 5ാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം, നിങ്ങളെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേണം നിങ്ങളുടെ ഉള്ളിലുള്ള ആ കുട്ടിയെ സമാധാനിപ്പിക്കാൻ. വേറൊരാളുമല്ല സമാധാനിപ്പിക്കേണ്ടത്. പോട്ടെ, നിനക്ക് വേണ്ടുന്ന എന്തെങ്കിലും ഞാൻ ചെയ്താൽ. നിങ്ങളുടെ ഒരു പാർട്ട്ണർ ഉണ്ടെന്ന് വിചാരിക്കാം, നിങ്ങളുടെ ബോയ് ഫ്രണ്ടോ ഹസ്ബൻഡോ ആരെങ്കിലും നിങ്ങളെ ഒരാൾ വേദനിപ്പിച്ചു, വാക്കാൽ വേദനിപ്പിച്ചു. നിങ്ങളെന്താ എക്സ്പെക്റ്റ് ചെയ്യുന്നത്? നിങ്ങളുടെ ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഗേൾ ഫ്രണ്ട്, നിങ്ങളെ സ്നേഹിക്കുന്ന ആ ഒരാൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് അവരോട് എതിർത്ത് സംസാരിക്കും അല്ലേ? അതല്ലേ കെയറിങ്, അതല്ലേ സ്നേഹം? നിങ്ങളതല്ലേ എക്സ്പെക്റ്റ് ചെയ്യുന്നത്? നിങ്ങളെ ഒരാൾ വേദനിപ്പിക്കുമ്പോൾ, നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന നിങ്ങളുടെ ആ ഒരു ഇന്നർ ചൈൽഡിനെ വേദനിക്കുമ്പോൾ, നിങ്ങൾ ആ ഇന്നർ ചൈൽഡിനെ സേഫ് ഗാർഡ് ചെയ്തിട്ട് നിങ്ങൾ അവരോട് സംസാരിക്കാറുണ്ടോ? നിങ്ങൾ അവരോട് എതിർത്ത് സംസാരിക്കാറുണ്ടോ? എൻ്റെ കുട്ടീനെ ഒന്നും പറഞ്ഞു പോയേക്കരുത് എന്ന രീതിയിൽ. എന്ന് നിങ്ങൾ അങ്ങനെ സംസാരിക്കുന്നു, എന്നങ്ങനെ പെരുമാറാൻ തുടങ്ങുന്നു, യു വിൽ ബി റിയലി കണക്റ്റഡ് ടു യുവർ സെൽഫ്. ഉറപ്പായിട്ടും നിങ്ങൾ സെൽഫ് ലവിൻ്റെ പീക്കിലായിരിക്കും നിങ്ങൾ. ഉറപ്പായിട്ടും നേരെ ഒന്ന് പ്രാക്ടീസ് ചെയ്തേക്കും. ചെറിയ കാര്യങ്ങൾ ഒന്ന് ചെയ്ത് നോക്ക്. ലൈഫിൽ ട്രമൻഡസ് ആയിട്ടുള്ള ചേഞ്ചസ് വരും. ഇങ്ങനെ ഇഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ, ഇങ്ങനെ സ്വയം സ്നേഹിച്ചിരിക്കുന്ന അവസ്ഥയിൽ വേറെ ആര് എന്തൊക്കെ തന്നെ ചെയ്തു തന്നാലും അതെല്ലാം അധികമാണ്, അതെല്ലാം കൂടുതലാണ്. നമ്മൾ അതിനു വേണ്ടി കാത്തിരിക്കാറില്ല. നമ്മളിങ്ങനെ പോയിക്കിട്ടേ ഇരിക്കും, വന്നതെല്ലാം അപ്പടിയേ വന്നിട്ടേ ഇരിക്കും. സ്നേഹിക്കുക. സ്വയം എന്താണ് ഇഷ്ടമെന്ന് ചോദിക്കുക, എന്ത് വേണമെന്ന് ചോദിക്കുക, ഓക്കെ ആണോ എന്ന് ചോദിക്കുക, സ്വയം ചോദിക്കുക. ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഓക്കെ അല്ല എന്ന് ചോദിച്ച് മനസ്സിലാക്കുക. സൊല്യൂഷൻസ് ഒന്നും കൊടുക്കണ്ട, പോട്ട് സാരമില്ല, ഞാൻ കൂടെ ഉണ്ട് എന്നൊന്ന് പറഞ്ഞു കൊടുക്കുക. വേറെ ഒന്നും വേണ്ട. സന്തോഷമായിട്ടിരിക്കണം കേട്ടോ. ജീവിതത്തിൽ എല്ലാം വന്നു ചേരും, ഞാനല്ലേ പറയുന്നത്, വിശ്വസിക്കുക.